കുരുന്ന് ജീവനെടുത്ത് കൊടും ക്രൂരതയെന്ന് മന്ത്രി ആർ ബിന്ദു. കുഴൂരിൽ കൊലപാതകത്തിനിരയായ ഏബലിന്റെ വീട് മന്ത്രി ആർ ബിന്ദു സന്ദർശിച്ചു. എരുമപ്പെട്ടി ഏയാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. മേടപുലരിയിൽ മലയാളികൾക്ക് കണി കണ്ടുണരാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ ഒരുക്കി രാജസ്ഥാനി കുടുംബം. വിഷുക്കാലമായാൽ ഓടക്കുഴൽ ഏന്തിയ കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുരുന്ന് ജീവനെടുത്തത് കൊടും ക്രൂരതയെന്ന് മന്ത്രി ആർ ബിന്ദു. കുഴൂരിൽ കൊലപാതകത്തിനിരയായ ഏബലിന്റെ വീട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കുഴൂരിൽ കൊലപാതകത്തിനിരയായ 6 വയസ്സുകാരൻ ഏബലിന്റെ വീട്ടിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സന്ദർശിച്ചു. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ് കുടുംബത്തിനുണ്ടായത്. 6 വയസ്സുള്ള ഒരു പിഞ്ചു മകനാണ് വളരെയധികം ദാരുണമായ നിലയിൽ നഷ്ടപ്പെട്ടു പോയത്. കുട്ടിയുടെ അമ്മയും സഹോദരങ്ങളും ഒക്കെ അതിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോന്നിട്ടില്ല. പോലീസ് കൃത്യമായ നിലയിൽ ഇടപെടുകയും കുറ്റം ചെയ്ത പ്രതിയെ പിടികൂടുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കാണുകയുണ്ടായി. മാതൃകാപരമായ ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കും എന്ന് ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. വളരെ ദുഃഖകരമായ അനുഭവമാണ് കുടുംബത്തിനുണ്ടായത്. 6 വയസ്സുള്ള പിഞ്ചുമകനാണ് ദാരുണമായ നിലയിൽ നഷ്ടപ്പെട്ടു പോയത്. പോലീസ് പ്രതിയെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന്റെ ദുഃഖത്തിൽ മന്ത്രി പങ്കുചേർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് അടക്കം മറ്റു ജനപ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, മാള. തൃശൂർ എരുമപ്പെട്ടി ഏയാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. ഏയാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അജംദീന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാലക്കാട് കഞ്ചിക്കോട്ടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജദ് ജോലി സ്ഥലത്താണ് താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ, മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു. ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരമറിയുന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് കിടപ്പുമുറിയുടെ ലോക്ക് കുത്തിത്തുറന്ന് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തിത്തുറന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. അലമാരയ്ക്കകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ട നിലയിലാണുള്ളത്. 4 ദിവസത്തോളം വീട് അടച്ചിട്ടേക്കായിരുന്നു. അതിനിടയിൽ സംഭവിച്ച സംഭവമായിരുന്നു ഈ മോഷണവും പിന്നെ ഈ നഷ്ടങ്ങൾ അവർ വരുത്തിയത്. വൈഫ് യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങളൊക്കെ മോഷണം പോയി. അതിന്റെ അന്വേഷണത്തിൽ ആണ് പിന്നെ പോലീസെ വിളിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം ACP CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ JS അശ്വിനി, SI KB ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മാർക്കറ്റ് വില അനുസരിച്ച് 1/4 കോടിയോളം രൂപ വില വരുന്ന സ്വർണമാണ് മോഷണം പോയത്. ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ സേക്രഡ് ഹാർട്ട് ലത്തീൻ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷത്തിലാണ് സുരേഷ് ഗോപി ഭാഗമായത്. കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും പങ്കെടുത്താണ് മന്ത്രി മടങ്ങിയത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളാൽ മുഖരിതമായിരുന്നു കാതോലിക്ക ലത്തീൻ പള്ളി. പള്ളി അങ്കണത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അധികൃതരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. വൈദികരിൽ നിന്ന് കുരുത്തോലകൾ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. ഉടനെ ഉച്ചരിച്ചിതാർപ്പുവിളിയൊടൊത്തഹോ ഉയരെ സ്വർഗമായതിൽ ഹോസാന. ഉടനെ ഉച്ചരിച്ചിതാർപ്പുവിളിയൊടൊത്ത ദേവാലയത്തിനകത്തെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിശ്വാസികൾക്ക് ആശംസകളും നേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഓശാന ദിവസം സുരേഷ് ഗോപി ചെലവഴിച്ചത് ലത്തീൻ പള്ളിയിൽ തന്നെയായിരുന്നു. മേടപുലരിയിൽ മലയാളികൾക്ക് കണി കണ്ടുണരാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ ഒരുക്കി രാജസ്ഥാനി കുടുംബം. രാജസ്ഥാനിലെ പാലി ജില്ലയിലെ എരിട്ടിയ സ്വദേശിയായ ബാവുലാലും കുടുംബവുമാണ് കൃഷ്ണരൂപങ്ങൾ ഒരുക്കുന്നത്.
വിഷുക്കാലമായാൽ ഓടക്കുഴലേന്തിയ കൃഷ്ണ വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും. കൊടകര നെല്ലായി തുപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് വാടക വീട്ടിൽ കഴിഞ്ഞ 15 വർഷത്തോളമായി താമസിക്കുന്ന രാജസ്ഥാനിലെ പാലി ജില്ലയിലെ ഏരിട്ടിയ സ്വദേശിയായ ബാബുലാലും കുടുംബവുമാണ് കൃഷ്ണരൂപങ്ങൾ ഒരുക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച 100 കണക്കിന് കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഇതിനോടകം തന്നെ ഇവർ വിൽപ്പന നടത്തിയത്. 15 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന ഇവർ ശില്പങ്ങൾ നിർമ്മിച്ചാണ് ഉപജീവനം നടത്തുന്നത്. പ്രത്യേകമായി നിർമ്മിച്ച പല വലിപ്പത്തിലുള്ള അച്ചിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഒഴിച്ചാണ് ശില്പങ്ങൾ മെനഞ്ഞെടുക്കുന്നത്. ഇവ ഉണങ്ങിയതിനു ശേഷം ആകർഷകമായ വിവിധ വർണ്ണങ്ങൾ കൊടുക്കും. വിഷുക്കാലമായാൽ ഓടക്കുഴലേന്തിയ കൃഷ്ണ വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും. കൂടാതെ രാധേയനായ കൃഷ്ണ ശില്പങ്ങളും ഗണപതി, സരസ്വതി, യേശുദേവൻ തുടങ്ങിയ ശില്പങ്ങളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. വലിപ്പത്തിനനുസരിച്ച് 100 രൂപ മുതൽ 1000 രൂപ വരെ വിലയുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇവിടെ നിന്നും വിൽപ്പനയ്ക്കായി വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. 25 വർഷത്തോളമായി ഈ കുടുംബം കേരളത്തിൽ എത്തിയിട്ട്. ഇതിനു മുൻപ് നീലേശ്വരം, കോട്ടയം, തിരുവല്ല, കൊട്ടാരക്കര, തിരുവനന്തപുരം തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മീഡിയ ടൈം, ആളൂർ. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നു. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാകും. യേശുക്രിസ്തുവിനെ യഹൂദജനം രാജകീയ പദവികളോടെ ഒലിവ് ഇലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായറിലെ തിരുക്കർമ്മങ്ങൾ. ഓശാന ഞായർ യേശുവിനോടൊപ്പമുള്ള യാത്രയാണെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഓശാന ഞായറിൽ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ അർപ്പിച്ച ദിവ്യബലിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇല്ലാതെയുള്ള യാത്രയാണിതെന്നും ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പ്രസ്താവിച്ചു. കോട്ടപ്പുറം രൂപത വികാർ ജനറൽ റോക്കി റോബി കളത്തിൽ, പ്രൊക്കുറേറ്റർ ഫാദർ ജോബി കാട്ടാശ്ശേരി, അസിസ്റ്റന്റ് പ്രൊക്കുറേറ്റർ ഫാദർ ജോസ് ഓളാട്ടുപുറം, മതബോധന ഡയറക്ടർ ഫാദർ സിജോ വേലിക്കകത്തോട്ട് എന്നിവർ സഹകാർമ്മികരായി. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് LP സ്കൂളിൽ നിന്ന് ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിലേക്ക് ആഘോഷമായ ഓശാന പ്രദക്ഷിണം നടന്നു. ആയിരങ്ങൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. അന്നമനട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AK തിലകൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനം ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. TU രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ വിഭാഗീയത തന്നെയാണ്, ഒരു സംശയവുമില്ല. ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി പുറകോട്ട് പോകുന്നു, വ്യക്തികൾ ജയിക്കുന്നു, പാർട്ടി തോൽക്കുന്നു. അടുത്തു വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് സമയമില്ല അങ്ങനെ കളയാൻ. കഴിഞ്ഞ തവണ നമ്മൾ 9-9 നമുക്ക് പഞ്ചായത്ത് ഭരിക്കാൻ പറ്റിയില്ല. നറുക്കെടുപ്പിൽ നമുക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. വൈസ് പ്രസിഡന്റ് നറുക്കെടുപ്പിൽ നമുക്ക് ജയിച്ചു, പക്ഷെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളൊരവസ്ഥ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പാടില്ല. വിവിധ വിഷയങ്ങളിൽ നടത്തിയ ക്ലാസുകൾക്ക് EM അഗസ്തി, ജോർജ് പൊടിപ്പാറ എന്നിവർ നേതൃത്വം നൽകി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ 1 മണിയായി. 2 ചെറിയ പരിപാടികളൊക്കെ ആയിരുന്നു. വൈകുന്നേരം ഞാൻ വെട്ടിയൊക്കെ പാക്കി എൻ്റെ ഭാര്യ ചോദിച്ചു ഇവിടെ പോകുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഫണ്ടുണ്ട് TV കാണാൻ. അപ്പോൾ നമ്മുടെ മോളെ കല്യാണത്തിന് പറഞ്ഞാൽ മതി, പല ദിവസം വന്നിട്ട് പോയാണെന്ന് എൻ്റെ ഭാര്യ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാര്യമില്ല, 4 വർഷം ഞായറാഴ്ച ആയിരുന്നു, ഒരു ആളും നിലവില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ അതാണ് സാധ്യത. കാരണം തൃശ്ശൂർ സമാപന സമ്മേളനം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. OJ ജെനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ഭാരവാഹികൾ, ത്രിതല പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ കരിങ്ങുചിറയിൽ ലഹരിക്കെതിരെ ബഹുജന സംഗമം സംഘടിപ്പിച്ചു. ജൂഡ് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് KP ബീന അധ്യക്ഷത വഹിച്ച സംഗമം
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. നാടിനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ ഒരു ജനകീയ പങ്കാളിത്തം അല്ലെങ്കിൽ ജനകീയ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ ഈ മഹാവിപത്തിനെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് സർക്കാർ തലത്തിൽ തന്നെ ഒരുപാട് ചർച്ചകളും നിർദ്ദേശങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും കൂട്ടായ്മകളൊക്കെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ജനങ്ങൾ ഇതുപയോഗിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കില്ല. എന്നാൽ ഇതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എക്സൈസ് ഓഫീസർ ബിനോയ് ക്ലാസ് നയിച്ചു. TK സന്തോഷ്, സാലി ഗിരി, CM റിയാസ്, വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂരിൽ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൂർ കോനിക്കര സ്വദേശി തെക്കുംപീടിക വീട്ടിൽ 64 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. തൃക്കൂർ പാലത്തിന് താഴെയുള്ള കടവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മീൻ പിടിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. പിന്നീട് പോലീസ് വിവരമറിയിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ഓർമ്മക്കുറവുള്ള ജോർജ് പുഴയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാത 66 മതിലകം മതിൽമൂലയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറുകളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇരുചക്ര വാഹന യാത്രികരായ മതിൽമൂല തേർവീട്ടിൽ രാമുവിന്റെ മകൻ രമേശ്, പനങ്ങാട് ചിറയിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ വിവേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാർ ഭാഗത്തു നിന്ന് വന്ന കാർ ഡ്രൈവർ ഉറങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. മാപ്രാണത്തുകാരൻ ജോഷിയുടെ ഓട്ടോറിക്ഷയാണ് തകർത്തത്. ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം. പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയാണ് കാടിറങ്ങിയ കാട്ടാന തകർത്തത്. വാഹനത്തിന്റെ റെക്സിനുകൾ കുത്തിക്കീറി കമ്പികൾ മുഴുവൻ വളച്ച് നശിപ്പിച്ച നിലയിലായിരുന്നു. രാവിലെ പ്രദേശവാസികളാണ് ഓട്ടോറിക്ഷ തകർത്ത നിലയിൽ കണ്ടത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച അക്ഷരോത്സവം സമാപിച്ചു. വേനൽ അവധിക്കാലത്തെ കുട്ടികളുടെ ഒത്തുചേരലിന്റെ വേദി കൂടിയായി അക്ഷരോത്സവം മാറി. 2 ദിവസങ്ങളിലായി പുല്ലൂറ്റ് TDP യോഗം UP സ്കൂളിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ 200ഓളം വിദ്യാർത്ഥികൾ പങ്കാളികളായി. സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം PN ദേവി പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. ജീവിതകാലം മുഴുവൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ച VK പവിത്രന്റെ ജന്മശതാബ്ദി ആഘോഷം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ മുഖ്യപ്രഭാഷണം നടത്തി. VK പവിത്രൻ സ്മരണിക കേരള യുക്തിവാദി സംഘം നേതാവ് ഗംഗൻ അഴിക്കോട് PS രാമൻകുട്ടിക്ക് നൽകി പ്രകാശിപ്പിച്ചു. S രമണൻ രചിച്ച മിശ്ര വിവാഹ പ്രസ്ഥാനത്തിന്റെ സമരചരിത്രമായ വിജാതീയം എന്ന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച 2ാം പതിപ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്റർ ഉണ്ണികൃഷ്ണൻ MLAക്ക് കോപ്പി നൽകി പ്രകാശിപ്പിച്ചു. രാംമോഹൻ പാലിയത്ത്, അഡ്വക്കേറ്റ് KN അനിൽകുമാർ, അഡ്വക്കേറ്റ് മോഹനചന്ദ്രൻ, സുനിൽ ഞാളിയത്ത്, അലി അക്ബർ, കൗൺസിലർ ദീപ വർമ്മ എന്നിവർ സംസാരിച്ചു. കൊരട്ടി ലത്തീൻപള്ളി ആറ്റപ്പാടം ലിങ്ക് റോഡ് നിർമ്മാണോദ്ഘാടനം നടത്തി. ആറ്റപ്പാടം റെയിൽവേ ഗേറ്റ് മുതൽ ഫാം റോഡ് വരെയുള്ള ലത്തീൻപള്ളി ആറ്റപ്പാടം ലിങ്ക് റോഡിന്റെ നവീകരണത്തിന് ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി 33 ലക്ഷം അനുവദിച്ചിരുന്നത്. റോഡിന്റെ വശങ്ങളിൽ ഐറിഷ് ഖാന നിർമ്മാണവും റീടാറിങ്ങിനുമായിട്ടാണ് തുക അനുവദിച്ചിരുന്നത്. കാലങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. ആറ്റപ്പാടം മുല്ലപ്പറമ്പ് കപ്പേള പരിസരത്ത് നടന്ന നിർമ്മാണ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കൊരട്ടി പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നൈനു റിച്ചു, 1ാം വാർഡ് മെമ്പർ ഷിമ സുധൻ, കാടുകുറ്റി പഞ്ചായത്ത് അംഗങ്ങളായ മോളി, ഡെയ്സി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടി കാടുകുറ്റി എന്നീ 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ത്രിവേണി ആറ്റപ്പാടം ലിങ്ക് റോഡ് നവീകരണത്തിന് തുടക്കമായി. അന്നനാട് ത്രിവേണി ജംഗ്ഷനിൽ നടന്ന യോഗം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
25 ലക്ഷം രൂപയാണ് MLA ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചിരിക്കുന്നത്. യോഗത്തിൽ കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാഖി സുരേഷ്, മോഹിനി കുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങളായ മോളി തോമസ്, KN രാജേഷ്, ഡാലി ജോയ്, വർക്കി തേലക്കാട്, ബ്ലോക്ക് മെമ്പർ ലീന ഡേവിസ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ തോമസ് ഐ കണ്ണത്ത്, ശ്രീജിത്ത് നാരായൺ, ജോസ് ആലപ്പാട്, KC സുബ്രൻ, PV സുരേഷ്, ശ്രീദേവി നാരായൺ, ബിന്ദു സുബ്രൻ, K രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മുനയ്ക്കൽ മുസിരീസ് ഡോൾഫിൻ ബീച്ച് സമ്മർ ഫെസ്റ്റ് 2025 ഏപ്രിൽ 23 മുതൽ മെയ് 15 വരെ നടക്കും. മുസിരീസ് പൈതൃക പദ്ധതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനം മന്ത്രി P രാജീവ് നിർവഹിച്ചു. E.T. ടൈസൺ MLA, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസിം, വാർഡ് മെമ്പർ സുമിത ഷാജി, മുസിരീസ് മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ, ഇബ്രാഹിം സിബിൻ, അഖിൽ S. ഭദ്രൻ, സംഘാടക സമിതി ചെയർമാൻ MS അജ്മൽ തുടങ്ങിയവർ സംബന്ധിച്ചു. CP ട്രസ്റ്റിന്റെ വിഷു ഈസ്റ്റർ കിറ്റുകൾ തീരദേശത്ത് വിതരണം ചെയ്തു. വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും തീരദേശ മേഖലകളിലെ അർഹരായവർക്ക് ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റുകൾ നൽകിയത്. ഓരോ പ്രദേശത്തും ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് അർഹരായവരെ കണ്ടെത്തുന്നത്. ആശ്രയ, അതിദരിദ്രർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ ഉൾപ്പെടെ തീരദേശ മേഖലയിലെ 1.5 ലക്ഷം പേർക്കാണ് റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് ഇത്തവണ ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. എറിയാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മതിലകം സ്പോർട്സ് അക്കാദമി അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം മന്ത്രി P രാജീവ് നിർവഹിച്ചു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, PK ചന്ദ്രശേഖരൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, സംഘാടക സമിതി ഭാരവാഹികളായ VK മുജീബ് റഹ്മാൻ, KY അസീസ്, PH നിയാസ്, PH അമീർ എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന വോളിബോൾ ടൂർണമെന്റ് നടക്കുന്നത്. SNDP യോഗത്തിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ മഹാകവി കുമാരനാശാന്റെ 152ാം ജന്മദിനാഘോഷം കൊടുങ്ങല്ലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നു. പ്രഭാഷണം, ആശാൻ കവിതകളുടെ പാരായണം എന്നിവ സംഘടിപ്പിച്ചിരുന്നു. PK ഭരതൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ PK പ്രസന്നൻ ആമുഖ പ്രഭാഷണം നടത്തി. യോഗം കൗൺസിലർ ബേബി റാം മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്, MK തിലകൻ, KD വിക്രമാദിത്യൻ, ദിനിൽ മാധവ്, ജോളി ഡിൽഷൻ, KS ശിവറാം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുരുന്ന് ജീവനെടുത്ത് കൊടും ക്രൂരതയെന്ന് മന്ത്രി R. ബിന്ദു. കുഴൂരിൽ കൊലപാതകത്തിനിരയായ ഏബലിന്റെ വീട് മന്ത്രി R. ബിന്ദു സന്ദർശിച്ചു. എരുമപ്പെട്ടി ഏയാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. മേടപുലരിയിൽ മലയാളികൾക്ക് കണി കണ്ടുണരാനുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ ഒരുക്കി രാജസ്ഥാനി കുടുംബം. വിഷുക്കാലമായാൽ ഓടക്കുഴൽ ഏന്തിയ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.